അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ അഅറാഫിലെ 23-ാമത്തെ ആയത്താണിത്. ഇന്ന് നമുക്ക് ഈ പ്രാർത്ഥനയുടെ വിശദാംശങ്ങൾ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആദം അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ്, അത് കഴിഞ്ഞ് അവിടെ നടക്കുന്ന ചില സംഭവങ്ങൾ, അതിനെ തുടർന്നുള്ള ആദം അലൈഹിസ്സലാമിൻ്റെയും ഹവ്വാ ബീവിയുടെയും പ്രാർത്ഥനാ വാക്യങ്ങളാണ് ഇത്. അല്ലാഹു തആല തന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനാ വാക്യങ്ങൾ. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നു, അത് കഴിഞ്ഞ് മലക്കുകളോടും അവിടെയുള്ള മറ്റ് സൃഷ്ടികളോടും അല്ലാഹു തആല ആദമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നു. അതിൽ നിന്ന് ഇബ്ലീസ് എന്താണ്, പിന്മാറുന്നു. അപ്പോൾ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അനുസരിക്കാത്തത്? അപ്പോൾ ഇബ്ലീസിന്റെ തെറ്റിനെ ന്യായീകരിക്കുകയാണ്. ഞാൻ എന്താണ്, തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാ, അവൻ മണ്ണിൽ നിന്നാണ്, ഞാനാണ് അവനേക്കാളും മികച്ചവൻ, അങ്ങനെ എനിക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ന്യായീകരിക്കുക മാത്രമല്ല, അവസാനം വരെ പിന്നെ എന്താണ്, അവസരം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആര്, ഇബ്ലീസ്. അതേപോലെ, അതായത് അവിടുന്ന് അങ്ങോട്ട് സ്വർഗത്തിൽ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും താമസിക്കുകയാണ്. അവിടെ താമസിച്ചു കൊള്ളാൻ അല്ലാഹു പറയാണ്. അവിടുത്തെ സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചു കൊള്ളാൻ പറയാണ്. എന്നിട്ട് ഒരു വൃക്ഷം കാണിച്ചിട്ട് പറഞ്ഞു, എന്ത്, വലാ തഖ്റബാ ഹാദിഹി ഷജറ, ഈ മരത്തോട് നിങ്ങൾ രണ്ടുപേരും, തഖ്റബാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഈ മരത്തോട് അടുക്കാൻ പാടില്ല. പക്ഷെ അവിടെ ഇബ്ലീസ് പണി തുടങ്ങി. നേരത്തെ അനുവാദം ചോദിച്ചിരുന്നു, ഇബ്ലീസ് പണി തുടങ്ങിയത്, ഈ വൃക്ഷത്തോട് അടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ്, ഇവിടെ തന്നെ സ്വർഗത്തിൽ തന്നെ വസിക്കും, ഇവിടെ നിത്യവാസികളാവും, അതുകൊണ്ടാണ് റബ്ബ് നിങ്ങളോട് അതിനോട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നുള്ള വസ്വാസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം അതിൽ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും വീണു പോകുന്നു. അത് കഴിഞ്ഞ് അല്ലാഹു തആല അവരോട് ചോദിക്കുകയാണ്, നിങ്ങളങ്ങനെ, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് അതിനോട് അടുക്കാൻ പാടില്ല എന്നുള്ളത്, നിങ്ങൾ എന്താണ് ധിക്കരിച്ചത്, എന്താണ് അതിൽ നിന്ന് നിങ്ങൾ പിന്മാറിയത്, പിന്തിരിഞ്ഞത്? അപ്പോൾ അവർക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെടുകയാണ്, അവരതിൽ കുറ്റബോധമുണ്ടാവുകയാണ്. അപ്പം എന്താണ് അവർക്ക് മാപ്പ് ചോദിക്കേണ്ടത് എന്ന വർത്തമാനങ്ങളൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അത് അല്ലാഹു തആല തന്നെ അവരെ പഠിപ്പിക്കുന്നു. അതിലെന്താണ്, ഒരു ന്യായീകരണവും പറയാതെ, നേരത്തെ ഇബ്ലീസ് ചെയ്തതുപോലെ ന്യായീകരണം പറയാതെ ആദം അലൈഹിസ്സലാമും ഹവ്വാ ബീവി എന്താണ്, ആ പ്രാർത്ഥന ഏറ്റ് ചൊല്ലുകയാണ്. അതായത് കുറ്റബോധത്തോടു കൂടി, മനസ്സറിഞ്ഞുകൊണ്ട് തങ്ങൾ നഷ്ടക്കാരിൽ പെട്ടു പോവും എന്നുള്ള ഒരു പ്രാർത്ഥനാ വാക്യം എന്താണ്, പ്രാർത്ഥന എന്താണ്, അള്ളാഹുവിനോട് ഏറ്റു ചൊല്ലുകയാണ്. അതായത് ഒരു തൗബ അവിടെ നടക്കുകയായിരുന്നു. അതാണ് ഇബ്ലീസും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഇബ്ലീസ് എന്താണ്, തൻ്റെ ആ തെറ്റിനെ ന്യായീകരിക്കുകയായിരുന്നു. എന്നാൽ ആദം അലൈഹിസ്സലാം ചെയ്തത് എന്തായിരുന്നു, തൻ്റെ തെറ്റിനെ ബോധ്യപ്പെട്ടു, ഞാൻ തെറ്റുകാരനായി പോയി, അത് ഏറ്റു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ലോകത്ത് എന്താണ്, നമ്മൾ അങ്ങനെ നമ്മുടെ തെറ്റിനെ ന്യായീകരിക്കുകയാണെങ്കിൽ അതിന്റെ ഉറവിടം എവിടെയാണ്, ഇബ്ലീസിൽ നിന്നാണ്. അതിപ്പോ നമ്മുടെ ചുറ്റുമുള്ള ആളുകളോടായാലും, ആളുകളോട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും എന്താണ്, അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് സമ്മതിക്കാൻ പറ്റൂല നമുക്ക്. അങ്ങനെ അതായത് തെറ്റ് മനസ്സിലായാലും നമ്മൾ എന്താക്കൂല, സമ്മതിക്കൂല, അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്ഭവം എവിടെയാണ്, ഇബ്ലീസിൽ നിന്നാണ്. എന്നാൽ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞു, അയ്യോ ഇതെന്റെ അടുത്ത് പറ്റിപ്പോയതാണല്ലോ, ഒന്ന് ക്ഷമിക്കട്ടാ എന്ന് നമ്മുടെ കൂടെയുള്ളവരോട്, അതേപോലെ തന്നെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ അത് ഏറ്റുപറയുകയാണ് എങ്കിൽ അത് ആദമിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ശരിയായ മനുഷ്യന്റെ ഒരു പക്വത എന്ന് പറയുന്നത് എന്ന് കൂടി എന്താണ്, ഈ ഒരു സംഭവത്തിലൂടെ അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. ഇനി നമുക്കിതിന്റെ വാക്കർത്ഥങ്ങളിലേക്ക് പോകാം. ഖാല എന്നാണ് ഇവിടെ തുടങ്ങുന്നത് 23-ാമത്തെ. അപ്പൊ അതിന് തൊട്ട് മുന്നേയും ശേഷമുള്ള ആയത്തുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, അതായത് അർത്ഥം വായിച്ചു നോക്കുക. അപ്പൊ തന്നെ നമുക്ക് എന്താണ്, ആയത്തുകൾ വായിക്കുമ്പോൾ തന്നെ എന്താണ് അവിടെ നടന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ
ഖാല എന്നാണ്. ഖാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു. ഖാല എന്ന് പറയുമ്പോൾ ഒരു അലിഫ് അവിടെ കൂടിയിട്ടുണ്ട്. ആ അലിഫ് സ്നേനാണ്, അതായത് മുസന്നയെ കുറിക്കാൻ, രണ്ടാളുകളെ കുറിക്കാനുള്ള അക്ഷരമാണ് ഒരലിഫ്. ഖാല എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പറഞ്ഞു. ആദം അലൈഹിസ്സലാമും ഹവ്വ ബീവിയും പ്രാർത്ഥിച്ചു. റബ്ബന, നമ്മള് മുൻപേയുള്ള ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. യാ റബ്ബന, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ നാഥ. ലലംന, ലലമ യളിമു എന്ന് പറഞ്ഞാൽ അക്രമം പ്രവർത്തിച്ചു. ഫീല് മാലയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലലമ. ലലംന, ഒരു നൂനാണ് അവസാനത്തിൽ ചേർത്തിരിക്കുന്നത്, നാ എന്ന് നീട്ടിക്കൊണ്ട്. ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു. കതബ്ന, ഞങ്ങൾ എഴുതി. റഫഅന, ഞങ്ങൾ ഉയർത്തി. ദഹബ്ന, ഞങ്ങൾ പോയി. ലലംന, ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു. അൻഫുസന, നഫ്സ്, അൻഫുസ്, നഫ്സിനോട്. ആരുടെ? നാ, ഞങ്ങളുടെ. അൻഫുസന, ഞങ്ങളുടെ നഫ്സിനോട് എന്ന് പറഞ്ഞാല് ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചു പോയി. എന്നിട്ട് പറയാണ് ഇവിടെ ഇൻ എന്ന് പറയുന്നത് ഒരു ഷർത്താണ്, അതായത് ഒരു കണ്ടീഷനാണ്. ഇവിടെ ലം എന്ന് പറയുന്നത് നഫിയാണ്, അതായത് ഇല്ല എന്ന ഒരു അർത്ഥമാണ്, നിഷേധമാണ്. തഗ്ഫിർ എന്ന് പറയുന്നത് ഗഫറ യഗ്ഫിറു എന്നാണ്. ഗഫറ യഗ്ഫിറു, പാപമോചനം അരുളി എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് മാപ്പരുളി, മാപ്പരുളുന്നു എന്നാണ്. ഗഫറ യഗ്ഫിറു, ഇതൊരു ഫിഅലുൽ മുദാരിയാണ്. ഈ ലം വന്നത് കൊണ്ടാണ് ഇവിടെ തഗ്ഫിർ എന്ന് പറയാനുള്ള കാരണം. ഈ ഇൻ എന്നതും ലം എന്നതും ജസ്മ് ചെയ്യുന്ന ഹർഫുകളാണ്. ഫിഅലുൽ മുദാരിക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകളാണ്. ഇൻ എന്നുള്ളത് ഒരു ഷർത്ത് കൂടിയാണ്, അതായത് ഒരു കണ്ടീഷൻ. അപ്പൊ എന്താവും? സ്വാഭാവികമായിട്ടും അതിനുശേഷം ഒരു ജവാബ്, ഒരു ഉത്തരം കൂടി വരും. അത് വഴിയെ മനസ്സിലാകും. ഇവിടെ രണ്ട് തജ്വീദ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, സാക്കിനായ നൂനിന് ശേഷം ലാമ് വന്നിട്ടുണ്ട്. ഇദ്ഗാം ബിലാഗുന്നയാണ്. ഈ നൂനിനെ നമ്മൾ മുഴുവനായിട്ട് ലാമിലോട്ട് ലയിപ്പിക്കണം. അതുകൊണ്ടാണ് ലാമിന് ഷദ്ദ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇൻലം എന്ന് പറയാൻ പാടില്ല. ഇദ്ഗാം ബിലാഗുന്നയാണ്, ഉന്ന പാടില്ല. നൂനിനെ മുഴുവനായി ഇങ്ങോട്ട് കൊടുക്കുക, ഉന്നയില്ലാതെ. വ ഇല്ലം, വ ഇല്ലം. ഇനി വരുന്നത് തഗ്ഫിർ. തഗ്ഫിർ, റാക്ക് സുക്കൂനാണ്. തൊട്ടു മുന്നിൽ വന്നിരിക്കുന്നത് കെസ്റാണ്. ഈ റാ എന്താവാൻ പാടില്ല? ഹെവി ആവാൻ പാടില്ല. തർക്കീക്കാണ്, അതായത് ലൈറ്റ് ആണ്. തഗ്ഫിർ എന്ന് വേണം നമ്മൾ പറയാൻ. തഗ്ഫിർ. വ ഇല്ലം തഗ്ഫിർ. അപ്പൊ എന്തായി അർത്ഥം വരുന്നത്? നീ പൊറുത്ത് തന്നില്ല എങ്കിൽ, നീ മാപ്പരുളുന്നില്ല എങ്കിൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇല്ലം തഗ്ഫിർ, നീ മാപ്പരുളുന്നില്ല എങ്കിൽ. ലനാ, ആർക്ക്? ഞങ്ങൾക്ക്. ഞങ്ങൾക്ക് നീ മാപ്പരുളുന്നില്ല എങ്കിൽ. വതർഹംന, വതർഹംന, റഹിമ യർഹമു, തർഹമു, നീ കരുണ കാണിക്കുന്നു. ഇവിടെ ഈ വാവ് വന്നതോടുകൂടി വതർഹംന, ഈ വാവുൽ അക്തിഫാണ്, ആൻഡ് എന്നാണ്. ഇൻ എന്നുള്ളത് ലം എന്നുള്ളതും ആരെയും കൂടെ ബാധിക്കും? തർഹംന എന്നുള്ളതിനെയും കൂടെ ബാധിക്കും. അതായത് ഇവിടെ നമ്മൾ അർത്ഥം എന്താ പറഞ്ഞത്? വ ഇല്ലം തഗ്ഫിർ ലനാ. ഗഫറ യഗ്ഫിറു, തഗ്ഫിറു ആണ് നീ എന്ന അർത്ഥം കൊടുക്കാനുള്ള കാരണം. നീ ഞങ്ങൾക്ക് പൊറുത്ത് തരുന്നില്ല എങ്കിൽ, തന്നില്ല എങ്കിൽ. വതർഹംന, നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ. അപ്പോ പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്തില്ല എങ്കിൽ. ഇവിടെ നമ്മൾ പറഞ്ഞു ഷർത്ത് ഉണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. ഇനി വരുന്നത് അതിന്റെ ജവാബാണ്. ഞങ്ങൾ എന്തായിത്തീരും? ലനകൂനന്ന, ആദ്യത്തിൽ ഒരു ലാമുണ്ട്, അവസാനത്തിൽ ഒരു ഷദ്ദുള്ള നൂനുണ്ട്. അത് രണ്ടും വരുന്നതോടുകൂടി എന്താവും? ഉറപ്പിച്ചുള്ള വർത്തമാനാവും. കാന യകൂനു, ആകുന്നു. നകൂനു,
ഞങ്ങളാകും ല നകൂനന്ന ആദ്യത്തിലൊരു ലാമ് അവസാനത്തിലൊരു നൂന് തൗക്കീദാണ്. ഞങ്ങൾ ഉറപ്പായിട്ടും ആയിത്തീരും, ഞങ്ങൾ ഉറപ്പായിട്ട് ആകും മിനൽ ഖാസിരീൻ. എന്തായിത്തീരും? ഖാസിർ എന്ന് പറഞ്ഞാൽ നഷ്ടക്കാരൻ, ഖാസിറൂൻ ഖാസിരീൻ എന്ന് പറഞ്ഞാൽ നഷ്ടക്കാർ. മിൻ വന്നതുകൊണ്ടാണ് ഇവിടെ ഖാസിരീൻ എന്ന് പറയാനുള്ള കാരണം. ഖാസിറൂൻ എന്ന് പറയാതെ ഖാസിരീൻ എന്ന് പറയാനുള്ള കാരണം മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ ഞങ്ങള് പെട്ടുപോകുമായി തീരും. ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും ഞങ്ങള് നഷ്ടക്കാരിൽ പെട്ടുപോകും. അതാണ് ആൻസർ. അതായത് നീ എങ്ങാനും ഞങ്ങളോട് പൊറുക്കുന്നില്ല എങ്കിൽ, നീ എങ്ങാനും ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ല എങ്കിൽ പടച്ചോനെ ലനകൂനന്ന, തീർച്ചയായും ദൃഢമായിട്ട് ഉറപ്പായിട്ടും ഞങ്ങൾ ആരിൽ പെട്ടുപോകും? നഷ്ടക്കാരിൽ പെട്ടുപോകും പടച്ചോനെ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. അതായത് അവിടെ ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ബീവിയുടെയും ആ ഒരു തെറ്റിന്റെ ആഴം, ഞങ്ങൾ എത്രത്തോളം അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പടച്ചോനത് പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾ എന്തായിത്തീരും എന്നുള്ളതിന്റെ ഒരു ഉറപ്പ്, ഒരു ദൃഢത എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല ഇത് നേരത്തെ തന്നെ സ്വർഗത്തിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാം അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ സ്വർഗത്തിലാകുമായിരുന്നു. അങ്ങനെയല്ല, അതവിടെ ഒരു മോഡൽ എക്സാം ആണ് അവിടെ നടക്കുന്നത്, ഒരു മോഡൽ അവിടെ നടക്കുകയാണ്. ഇതാണ് ഭൂമിയിൽ മനുഷ്യരുടെ ജീവിതം. അതായത് എന്താണ്, ഇബ്ലീസ് എന്താണ്, നമ്മളെ വട്ടം ചുറ്റിക്കൊണ്ടേയിരിക്കും. അത് എന്താണ്, ഇബ്ലീസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും എന്താണ്, പിറകെയും മുന്നിലൂടെ ഒക്കെ നടന്നിട്ട് എന്താണ്, ഞാൻ നിന്റെ അടിയാറുകളെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, തെറ്റ് സംഭവിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അത് ആദ്യം തന്നെ നമുക്ക് എന്താണ് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്, ആദം അലൈഹിസ്സലാമിലൂടെ അത് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ മറ്റൊരു പാഠം കൂടിയുണ്ട്. ആ തെറ്റ് എപ്പോഴാണോ നമുക്ക് മനസ്സിലാവുന്നത്, ആ ജഹാലത്ത് കൊണ്ടാണ് എന്ന് എപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത്, ആ സമയം തന്നെ നമ്മൾ ആ തെറ്റ് ഏറ്റുപറയുക, അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് തികഞ്ഞ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അത് ചെയ്യുന്നില്ല എങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് ആരിൽപ്പെട്ടവനാണ്? ഇബ്ലീസിൽപ്പെട്ടവനാണ്. അതിന്റെ ഉത്ഭവം എവിടെയാണ്? ഇബ്ലീസിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ മനുഷ്യനായ തെറ്റ് സംഭവിക്കുകയില്ല, മലക്കിനെ പോലെ ആവും എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം മനുഷ്യനും മലക്കും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പൊ മനുഷ്യനായാൽ നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കും, നിങ്ങൾ മനുഷ്യനാണ്. അതാണ് അല്ലാഹു തആല നമുക്ക് തരുന്ന പാഠം. നിങ്ങൾ മനുഷ്യനാണ്, നിങ്ങൾക്ക് തെറ്റ് സംഭവിക്കും. നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഇബ്ലീസ് എന്താണ്? നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ഇനി നിങ്ങളെങ്ങാനും അതിൽ വീണ് പോയി തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കരുത്, ന്യായീകരിച്ച് നിൽക്കരുത്. അതിപ്പോ എന്തെങ്കിലും എൻ്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചു പോയി, അതിപ്പോ എന്താക്കാനാ? അതും അല്ലെങ്കിൽ എന്താണ്, അതിപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടല്ലായിരുന്നു, അവൾ ഇങ്ങനെ വന്നപ്പോഴായിരുന്നു, അവൻ ഇങ്ങനെ ചെയ്തപ്പോഴായിരുന്നു, ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു എന്നിങ്ങനെയുള്ള ന്യായങ്ങളല്ല നമ്മൾ നിരത്തേണ്ടത്. നമ്മൾ എന്താക്കുക? ആ സമയത്ത് തന്നെ അള്ളാഹുവിലേക്ക്, അതായത് എപ്പോഴാണോ അത് തിരിച്ചറിയുന്നത്, എപ്പോഴാണോ നമ്മുടെ ഉള്ളിലേക്ക് അത് ജഹാലത്താണ്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണോ, ആ സമയത്ത് തന്നെ നമ്മൾ അള്ളാഹുവിലേക്ക് പാപമോചനം തേടി നമ്മൾ മടങ്ങിക്കൊള്ളുക. അതാണ് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും അഹങ്കാരത്തിൽ നിന്ന്, ഗർവിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.